തൊടുപുഴ ജുഡീഷ്യൽ ജില്ലയിൽ കുടുംബ കോടതി 2005 ആരംഭിച്ചത് മുതൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നു. At the commencement, the family court Todupuzha had jurisdiction over the entire revenue district of Idukki. കോടതി തുടങ്ങിയ സമയത്ത് ഇടുക്കി റവന്യൂ ജില്ല മുഴുവൻ തൊടുപുഴ കുടുംബ കോടതിയുടെ പരിധിയിലായിരുന്നു. Later, family court Kattapana was established in 2013. With that, the jurisdiction of Todupuzha family court was modified. Presently, the family court Todupuzha has jurisdiction over Todupuzha and Devipuram taluks. പിന്നീട് 2013 കട്ടപ്പനയിൽ കുടുംബ കോടതി ആരംഭിച്ചതിനു ശേഷം തൊടുപുഴ താലൂക്കും ദേവികുളം താലൂക്കുമാണ് തൊടുപുഴ കുടുംബ കോടതിയുടെ പരിധിയിൽ വരുന്നത്. Due to the space constraints at the civil station building, the need for an independent building for family court at Court Complex Muttam arose. Consequently, on July 31st, 2018, the government had accorded administrative sanction for the construction of new building for the family court at Court Complex Muttam for an amount of 6.5 crores under a centrally sponsored scheme. തൊടുപുഴയിൽ പരിമിതമായ സ്ഥല സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബ കോടതിക്ക് പ്രത്യേക കെട്ടിടം വേണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്ന് മുട്ടം കോടതി സമുച്ചയത്തിൽ 6 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന് അനുമതി ജൂലൈ 31, 2018 ഗവൺമെന്റിൽ നിന്നും ലഭിക്കുകയുണ്ടായി. മൊബൈൽ ഇ-സേവാ കേന്ദ്രം വിവിധ കോടതികളുടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മൾട്ടിപർപ്പസ് വാഹനമാണ് മൊബൈൽ ഇ-സേവാ കേന്ദ്രം. കോടതിയായിട്ട് മാറുന്ന ഈ വാഹനത്തിന് 2 ക്യാബിനുകളാണുള്ളത്. മജിസ്ട്രേറ്റിനും ബന്ധപ്പെട്ട കോടതി ജീവനക്കാർക്കും ഉൾപ്പെട്ടതാണ് ഈ ക്യാബിനകം. 100 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ മുറി പൂർണ്ണമായും AC സംവിധാനത്തിലാണ്. അതിവേഗ ഇൻ്റർനെറ്റ് UPSഉം ജനറേറ്ററും ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സേവാ കേന്ദ്രത്തിൽ നിന്നും നിരവധി സേവനങ്ങളാണ് എളുപ്പത്തിൽ ലഭ്യമാകുന്നത്. 6.5 കോടി മുതൽ മുടക്കിൽ ആധുനിക സൗകര്യത്തിൽ 3 നില കെട്ടിടമാണ് മുട്ടം കോടതി വളപ്പിലുള്ള 2739 ചതുരശ്ര മീറ്റർ കുടുംബ കോടതി സമുച്ചയം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ഇ-സേവാ കേന്ദ്രം പദ്ധതിക്ക് ഇടുക്കിയിലാണ് തുടക്കം. വിവിധ കോടതികളുടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മൾട്ടിപർപ്പസ് വാഹനമാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച മൊബൈൽ ഇ-സേവാ കേന്ദ്രം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് മുട്ടം കോടതിയിൽ നിന്നും KK വിജയൻ.